ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാർബിൾ കേക്കാണ്. റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചോ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾ ബീറ്ററാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 മിനിറ്റ് വരെ ബീറ്റ് ചെയ്താൽ മതിയാകും. ബട്ട് ഞാനിവിടെ ഹാൻഡ് വിസ്കാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒരു 4 to 5 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അതിനുശേഷം അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ആഡ് ചെയ്യുക. 1/4 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബീറ്റ് ചെയ്യുക. അതിനുശേഷം 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും ബീറ്റ് ചെയ്യുക. ഇനി വേണ്ടത് 1.5 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതിനുശേഷം അരിച്ചെടുത്ത മൈദ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു പരുവം എത്തുന്ന രീതിയിൽ വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ എടുത്തതിന് ശേഷം കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തടവി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കൊക്കോ പൗഡർ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനങ്ങനെ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഡിസൈൻ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്കൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാം. ഇതിനുശേഷം ഞാൻ മൈക്രോ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് അതിനുശേഷം 200 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ആണ് ഞാൻ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. അതുപോലെ നല്ല ടേസ്റ്റി ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്.